2018 നവംബർ 17 സൂര്യോദയത്തിന് തൊട്ടുമുമ്പ് 2 മത്സ്യത്തൊഴിലാളികൾ ഒരു ദൂരദർശിനിയിലൂടെ ഒരു വെവിലക്കപ്പെട്ട ദ്വീപിലേക്ക് പോകുകയാണ്. പെട്ടെന്ന് അവർ കാണാൻ പാടില്ലാത്ത ഒരു കാഴ്ച അവർ കാണുന്നു. ഒരു മൃതദേഹം മണലിലൂടെ വലിച്ചിഴക്കപ്പെടുന്നു. വില്ലുകളും അമ്പുകളും കയ്യിൽ പിടിച്ച ഗോത്രവർഗ്ഗക്കാർ ആ മൃതദേഹം അവർ കടപ്പുറത്ത് കുഴിച്ചിടുകയാണ്. മത്സ്യത്തൊഴിലാളികൾ വള്ളം തിരിച്ച് ജീവനും കൊണ്ടുകൂടി. ആ മൃതദേഹം ഒരു 26 വയസ്സുകാരനായ അമേരിക്കക്കാരൻ്റേതായിരുന്നു. അവൻ്റെ പേര് ജോൺ അലൻ ചൗ. ഈ ദ്വീപിൽ കൊണ്ടുവിടാൻ വേണ്ടി അവൻ ആ മത്സ്യത്തൊഴിലാളികൾക്ക് 25,000 രൂപ കൈക്കൂലി കൊടുത്തിരുന്നു. അവൻ കൊണ്ടുവന്നത് വെള്ളം കടക്കാത്ത ഒരു ബൈബിൾ, ചിത്രങ്ങളുള്ള കാർഡുകൾ, സമ്മാനങ്ങൾ. ഈ ജനതയെ താൻ മാറ്റിയെടുക്കുമെന്ന് അവൻ വിശ്വസിച്ചു. പക്ഷേ അവൻ ഒരിക്കലും തിരിച്ചെത്തിയില്ല. ആ മൃതദേഹം ഒരിക്കലും വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. കൊലയാളിയെ ആരെയും അറസ്റ്റ് ചെയ്തില്ല. ഭൂമിയിലെ ഒരു സർക്കാരും അവിടേക്ക് സൈന്യത്തെ അയക്കാൻ ധൈര്യപ്പെട്ടില്ല. എന്തുകൊണ്ട്? കാരണം ഈ ദ്വീപാണ് ഭൂമിയിലെ ഏറ്റവും വിലക്കപ്പെട്ട സ്ഥലം. ഇതാണ് നോർത്ത് സെന്റിനൽ ദ്വീപ്. ഇവിടെ ജീവിക്കുന്ന ആ ജനത അവരുടെ തീരത്ത് കാൽകുത്താൻ ശ്രമിച്ച ഏതാണ്ട് എല്ലാ പുറംനാട്ടുകാരെയും കൊന്നുകളഞ്ഞിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളെ, മതപ്രചാരകരെ, ഗവേഷകരെ. എന്തിന്? 100 അടി ഉയരത്തിൽ പറക്കുന്ന ഹെലികോപ്റ്ററുകളെ പോലും അമ്പുകൾ കൊണ്ട് ആക്രമിച്ചിട്ടുണ്ട്. അവർക്ക് വൈദ്യുതിയില്ല, ഫോണില്ല, മതമില്ല, പണമില്ല. ആധുനിക ലോകമെന്നൊരു ലോകമുണ്ട് എന്ന് പോലും അവർക്കറിയില്ല. പക്ഷേ ഇവിടെ നിന്നാണ് ഈ കഥ ഭയാനകമാകുന്നത്. 2004 ഒരു സുനാമി തീരപ്രദേശങ്ങളെ മുഴുവൻ വിഴുങ്ങിക്കളഞ്ഞു. 2,30,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. പക്ഷേ ഈ ഗോത്രം അത് വരുന്നത് മുൻകൂട്ടി കണ്ടു. ആദ്യത്തെ തിര അടിക്കുന്നതിന് മുൻപ് തന്നെ അവർ കാട്ടിലേക്ക് മറിഞ്ഞുപോയി. നമ്മുടെ ശാസ്ത്രവും ഉപഗ്രഹങ്ങളും ഒക്കെയുള്ള ആധുനിക നഗരങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയാത്തത് അവരതിജീവിച്ചു. അവർക്ക് എങ്ങനെ അറിയാം? ഈ ദ്വീപിനെക്കുറിച്ച് ഇന്ത്യൻ സർക്കാരിന് ഒറ്റ നിയമമേയുള്ളൂ: കൈവയ്ക്കരുത്, കണ്ണ് മാത്രം പതിപ്പിക്കുക, അവരെ ശല്യപ്പെടുത്തരുത്. പക്ഷേ ഒരിക്കലും അവരിൽ നിന്ന് കണ്ണു മാറ്റരുത്. കാരണം ഇത് വെറും ഒരു ദ്വീപല്ല, ഇത് മനുഷ്യ ചരിത്രത്തിന്റെ ആരും തൊടാത്ത അവസാനത്തെ അധ്യായമാണ്. ഈ വീഡിയോ കണ്ടു തീരുമ്പോൾ ഭയപ്പെടുത്തുന്ന ഒരു ചോദ്യം നിങ്ങൾ സ്വയം ചോദിച്ചു പോകും: പ്രാകൃതർ ശരിക്കും അവരാണോ അതോ നമ്മളാണോ? കാലത്തിൽ മരവിച്ചു പോയ ഒരു ലോകം ഇവരാരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇവരെവിടെ നിന്ന് വന്നു എന്ന് ആദ്യം നമ്മൾ അറിയണം. 60,000 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യത്തെ മനുഷ്യർ ആഫ്രിക്കയിൽ നിന്ന് മഹാപലായനം തുടങ്ങിയപ്പോൾ ഒരു ചെറിയ കൂട്ടം മനുഷ്യർ ബാക്കിയുള്ളവരിൽ നിന്ന് വഴിപിരിഞ്ഞു. അവർ കടലോരങ്ങളിലൂടെ നടന്നു. ഇന്നു നിലവിലില്ലാത്ത കരപാലങ്ങൾ കടന്നു. ഒടുവിൽ ബംഗാൾ ഉൾക്കടലിലെ ഒരു ദ്വീപ് സമൂഹത്തിലെത്തിച്ചേർന്നു. പിന്നെ ഭൂമിയിൽ മറ്റൊരിടത്തും സംഭവിക്കാത്തൊരു കാര്യം ഇവിടെ സംഭവിച്ചു. അവർ പിന്നീട് ഒരിക്കലും അവിടെ നിന്ന് മാറിയില്ല. ലോകത്തിലെ ബാക്കി ഭാഗം നാഗരികതകൾ പണിതുയർത്തുകയും ചക്കം കണ്ടെത്തുകയും ലോഹമുരുക്കുകയും ഭാഷയും എഴുത്തും കൃഷിയും മതവും യുദ്ധവും ഒക്കെ കണ്ടെത്തുകയും ചെയ്തപ്പോൾ ഈ കൂട്ടം നിന്നയിടത്തു തന്നെ നിന്നു. 60,000 വർഷങ്ങളോളം. ഇവർ ആദിമ നെഗ്രിറ്റോ വംശത്തിൻ്റെ പിൻതലമുറക്കാരാണ്. ഇതാണ് ബുദ്ധിയിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യം. ജനിതകശാസ്ത്രപരമായി ഇവർ നിങ്ങളെക്കാളും എന്നെക്കാളും ഭൂമിയിലെ ആദ്യത്തെ മനുഷ്യരുമായാണ് കൂടുതൽ അടുപ്പമുള്ളവർ. നിങ്ങളും ഞാനും മറ്റൊരു ഭൂഖണ്ഡത്തിലെ വെറുമൊരു അപരിചിതനുമായി കൂടുതൽ ജനിതക സാമ്യം പങ്കിടും. ഇന്ത്യയുടെ തീരത്തുനിന്ന് ഏതാനും 100 കിലോമീറ്റർ അകലെ ജീവിക്കുന്ന ഈ ഗോത്രക്കാരുമായി പങ്കിടുന്നതിലും. ഇവരുടെ ദ്വീപുകളിൽ ഒരു കാലത്ത് ഇതുപോലുള്ള പല ഗോത്രങ്ങളും ഉണ്ടായിരുന്നു: ഗ്രേറ്റ് ആൻഡമാനീസ്, ഓങ്കെ, ജറവ, പിന്നെ സെന്റിനലീസും. പക്ഷേ ഇതാണ് ദുരന്തം. ബ്രിട്ടീഷുകാർ വന്നതോടെ ഓരോ ഗോത്രവും ഇല്ലാതാകാൻ തുടങ്ങി. പുറം നാട്ടിൽ നിന്നുള്ള രോഗങ്ങൾ, തട്ടിക്കൊണ്ടുപോകലുകൾ, നാഗരികമാത്തൽ ദൗത്യങ്ങൾ. ഗ്രേറ്റ് ആൻഡമാനീസ് 99% നാമാവശേഷമായി, ഓങ്കെ 85%. പക്ഷേ ഒരേയൊരു ഗോത്രം മാത്രം കരുത്തോടെ പൊരുതി, ആഴത്തിൽ ഒളിച്ചു, നിർദ്ദയം കൊന്നൊടുക്കി. അതുകൊണ്ട് ആധുനിക ലോകത്തിന് ഒരിക്കലും അവരെ തൊടാൻ കഴിഞ്ഞില്ല. സെന്റിനലീസ്, ഭൂമിയിൽ പുറം ലോകവുമായി ബന്ധം പുലർത്താത്ത അവസാനത്തെ ജനത. അവരുടെ വീടൊരു കോട്ടയാണ്. ആ കോട്ട നോർത്ത് സെന്റിനൽ ദ്വീപ്. ഒരു ദിവസം കൊണ്ട് നടന്നു മുറിച്ച് കടക്കാൻ പറ്റുന്നത്ര ചെറുത്. പക്ഷേ ക്ഷണിക്കപ്പെട്ടവനല്ലെങ്കിൽ 1 മണിക്കൂർ പോലും ജീവനോടെ ഇരിക്കാൻ പറ്റാത്തത്. പോർട്ട് ബ്ലെയറിൽ നിന്ന് 64 കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്താണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് കൃത്യമായ ചതുരാകൃതിയിൽ. പൂർണ്ണമായും
ഇടതൂർന്ന ഉഷ്ണമേഖലാ കാടുകളാൽ മൂടപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഈ ദ്വീപിലേക്ക് കടക്കുക എന്നത് ശരിക്കും അസാധ്യമാക്കുന്നത് ഇവിടത്തെ ജനങ്ങളല്ല, ഈ പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതി തന്നെയാണ്. ദ്വീപിന് ചുറ്റും ഒരു മാരകമായ പവിഴപ്പുറ്റ്, തീരത്തുനിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ അകലെ. വള്ളങ്ങൾക്കത് മുറിച്ച് കടക്കാൻ പറ്റില്ല, കപ്പലുകൾ അതിൽ തട്ടി തകർന്നു പോകും. ഇവിടെ പ്രകൃതിദത്തമായ തുറമുഖങ്ങളില്ല, നങ്കൂരമിടാൻ ഒരു സുരക്ഷിത സ്ഥലം പോലുമില്ല. പവിഴപ്പുറ്റ് കടന്നാൽ ഒരു നേർത്ത വെള്ള മണൽ കടപ്പുറം, അതിനപ്പുറം ഉപഗ്രഹങ്ങൾക്ക് പോലും കാണാൻ പാടുപെടേണ്ടി വരുന്ന അത്രയും ഇടതൂർന്ന കാടിൻ്റെ ഒരു ഭിത്തി. പിന്നെ 2004 അസാധാരണമായൊരു സംഭവം നടന്നു. സുനാമിക്ക് കാരണമായ അതേ ഭൂകമ്പം മുഴുവൻ ദ്വീപിനെയും 2 മീറ്റർ ഉയരത്തിലേക്ക് ഉയർത്തി. ചുറ്റുമുള്ള പവിഴപ്പുറ്റുകൾ കടലിന് മുകളിലേക്ക് വന്നു. ഈ ദ്വീപിന് ഒറ്റ രാത്രി കൊണ്ട് 1600 മീറ്റർ പുതിയ തീരം കൂട്ടിക്കിട്ടി. ഇന്ന് ഉപഗ്രഹ ചിത്രങ്ങളിൽ കാണുമ്പോൾ മനുഷ്യചരിത്രത്തിലെ മറ്റേതൊരു സമയത്തേക്കാളും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് നോർത്ത് സെന്റിനൽ. പവിഴപ്പുറ്റ്, കാട്, തുറമുഖങ്ങളുടെ അഭാവം. എന്തിന് സമുദ്രം പോലും അവരെ സംരക്ഷിക്കുന്നു. ദ്വീപിനുള്ളിൽ ഏതാണ്ട് 100 മുതൽ 190 വരെ ആളുകൾ. വിചിത്രമെന്തെന്നാൽ കൃത്യമായ എണ്ണം ആർക്കും അറിയില്ല. അത് കണ്ടെത്താൻ വേണ്ടത്ര അടുത്തേക്ക് ആരെയും അനുവദിക്കില്ല. ആദ്യത്തെ കണ്ടുമുട്ടൽ. പുറം ലോകം ഈ ദ്വീപിനെ ആദ്യമായി ശ്രദ്ധിച്ചത് 1771 ഡിലിജന്റ് എന്ന ഒരു ബ്രിട്ടീഷ് പര്യവേഷണ കപ്പൽ ദ്വീപിന് അരികിലൂടെ കടന്നു പോകുമ്പോൾ ജീവനക്കാർ തീരത്ത് വെളിച്ചം കണ്ടു. തീ, അവിടെ മനുഷ്യർ ജീവിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവ്. പക്ഷേ അവർ അടുത്തേക്ക് പോകാൻ ധൈര്യപ്പെട്ടില്ല. ഏതാണ്ട് ഒരു നൂറ്റാണ്ടിന് ശേഷം 1867 ജെറമി ഹോംഫ്രെ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ തീരത്തൊരു മനുഷ്യനെ കണ്ടു. കുറിയ പൊക്കം, ഇരുണ്ട തൊലി, ചുരുണ്ട മുടി, ഒരു മൂർച്ചയുള്ള അമ്പ് കയ്യിൽ പിടിച്ച് മീൻ പിടിക്കുകയാണ്. അവൻ്റെ കൂടെ വന്ന ഗോത്രവർഗ വഴികാട്ടികൾ പരിഭ്രമിച്ചു. അവർ അപകടകാരികളാണ്, ദൂരെ മാറി നിൽക്കൂ. ഇതാണ് സെന്റിനലീസിനെ ആദ്യമായി രേഖപ്പെടുത്തിയ കാഴ്ച. പക്ഷേ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ദുരന്തം. മിനവേ എന്ന ഒരു ഇന്ത്യൻ കച്ചവട കപ്പൽ പവിഴപ്പുറ്റിലിടിച്ച് തകർന്നു. 86 യാത്രക്കാരും 20 ജീവനക്കാരും എല്ലാവരും കടലിലേക്ക് ചാടി നീന്തി തീരത്തെത്തി. 2 ദിവസം അവർ രക്ഷാപ്രവർത്തനം പ്രതീക്ഷിച്ച് കടപ്പുറത്ത് കാത്തിരുന്നു. സെന്റിനലീസ് മരങ്ങൾക്കിടയിൽ നിന്ന് അവരെ നോക്കിയിരുന്നു, തുണിയില്ലാതെ, നിശബ്ദമായി, ക്ഷമയോടെ. 3-ാമത്തെ ദിവസം പുലർച്ചെ അമ്പുകൾ വന്നു. രക്ഷപ്പെട്ടവർക്ക് കയ്യിൽ ആയുധങ്ങളൊന്നുമില്ലായിരുന്നു. അവർ വടികളും കല്ലുകളും കൊണ്ട് തിരിച്ചടിച്ചു. ക്യാപ്റ്റൻ ഒരു രക്ഷാവള്ളത്തിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഒടുവിൽ വഴിയിൽ പോകുകയായിരുന്ന ഒരു കപ്പൽ ബാക്കിയുള്ളവരെ രക്ഷിച്ചു. അത്ഭുതകരമെന്ന് പറയട്ടെ, ആരും മരിച്ചില്ല. പക്ഷേ ഈ വാർത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലുടനീളം പരന്നു. ഈ ജനത ആരോടും കൂട്ടുകൂടില്ല. ആ തട്ടിക്കൊണ്ടുപോകൽ ഇവിടെ നിന്നാണ് ഈ കഥ ശരിക്കും വേദനിപ്പിക്കുന്നതാകുന്നത്. 1880 സെന്റിനലീസിനെ നാഗരികമാക്കാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. അവർ മൗറീസ് വിഡാൽ പോർട്ട്മാൻ എന്ന ഒരു യുവ നാവിക ഉദ്യോഗസ്ഥനെ ഒരു വലിയ സംഘത്തെ കൂട്ടിയയച്ചു. നരവംശ ശാസ്ത്രജ്ഞർ, നാവികർ, മറ്റ് ആൻഡമാൻ ഗോത്രങ്ങളിലെ അംഗങ്ങൾ പോലും. ഈ സൈന്യം വരുന്നത് കണ്ടപ്പോൾ സെന്റിനലീസ് കാട്ടിലേക്ക് ഓടിമറഞ്ഞു. പോർട്ട്മാന്റെ സംഘം ഉപേക്ഷിക്കപ്പെട്ട ആ ഗ്രാമങ്ങൾ പര്യവേക്ഷണം ചെയ്തു. അവിടെ കണ്ടത് ഭയാനകമായിരുന്നു. ഒരു കുടിലിൻ്റെ ഉള്ളിൽ, ഒരു മരത്തിൻ്റെ അരികിൽ കെട്ടിയിട്ട ഒരു കൂടയിൽ, ഒരു വൃദ്ധൻ്റെ അസ്ഥികൂടം. ഇതാണ് സെന്റിനലീസ് മരിച്ചവരെ ആദരിക്കുന്ന രീതി. പിന്നെ പോർട്ട്മാൻ അവരെ പിടികൂടി. ഒരു വൃദ്ധ ദമ്പതിമാർ, 4 കുട്ടികൾ, രക്ഷപ്പെടാൻ വേഗം പോരാത്തവർ. പിന്നെ അവൻ ക്ഷമിക്കാൻ പറ്റാത്ത ഒരു കാര്യം ചെയ്തു. അവൻ അവരെ എല്ലാവരെയും തട്ടിക്കൊണ്ടുപോയി. ശാസ്ത്രത്തിൻ്റെ പേരിൽ എന്നവൻ പറഞ്ഞു. അവൻ അവരെ പോർട്ട് ബ്ലെയറിലേക്ക് ഗവേഷണ വസ്തുക്കളെപ്പോലെ കൊണ്ടുവന്നു. പിന്നീട് സംഭവിച്ചത് ഒഴിവാക്കാൻ പറ്റാത്തതായിരുന്നു. ആ വൃദ്ധ ദമ്പതിമാർ അവരുടെ ശരീരം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പുറം ലോകത്തെ അണുക്കളെ നേരിട്ടപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ മരിച്ചു. 4 കുട്ടികളും കടുത്ത രോഗത്തിലായി. തൻ്റെ വലിയ തെറ്റ് മനസ്സിലാക്കിയ പോർട്ട്മാൻ അവരെ വേഗം നോർത്ത് സെന്റിനലിലേക്ക് തിരിച്ചു കൊണ്ടുപോയി കടപ്പുറത്ത് ഉപേക്ഷിച്ചു. ആ 4 കുട്ടികൾ ഏതൊക്കെ രോഗങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാകുമെന്ന് നമുക്കൊരിക്കലും അറിയാൻ കഴിയില്ല. പോർട്ട്മാന്റെ ആ പരീക്ഷണം മൂലം എത്ര സെന്റിനലീസ് മരിച്ചുവെന്നും നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പായും അറിയാം, സെന്റിനലീസ് അത് ഓർമ്മയിൽ വെച്ചു. ആ ദിവസം മുതൽ ഓരോ പുറം നാട്ടുകാരെയും അവർ അമ്പുകൾ കൊണ്ടാണ് സ്വാഗതം ചെയ്തത്. 1907 നോർത്ത് സെന്റിനലിലേക്കുള്ള പ്രവേശനം ഔദ്യോഗികമായി വിലക്കി. 5 മൈൽ വിലക്ക് മേഖല.
ഫോട്ടോ എടുക്കുന്നത് നിരോധിച്ചു. ബ്രിട്ടീഷുകാർ ദ്വീപിനെ പിന്നെ ശല്യപ്പെടുത്തിയില്ല. പിന്നെ പതിറ്റാണ്ടുകളോളം നിശബ്ദത. തേങ്ങക്കൊണ്ടുള്ള ഒരു സന്ധിശ്രമം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഒരു മനുഷ്യൻ വീണ്ടും ശ്രമിക്കാൻ തീരുമാനിച്ചു. നരവംശശാസ്ത്രജ്ഞൻ TN പണ്ഡിറ്റ്. 1967 അദ്ദേഹം ഒരു സംഘത്തെ നോർത്ത് സെന്റിനലിലേക്ക് നയിച്ചു. അവരെത്തിയപ്പോഴേക്കും സെന്റിനലീസ് കാട്ടിലേക്ക് ഓടി മറഞ്ഞിരുന്നു. അതുകൊണ്ട് പണ്ഡിറ്റ് അവരുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് ഉള്ളിലേക്ക് കടന്നു. അദ്ദേഹം കണ്ടത് അദ്ദേഹത്തെ ഞെട്ടിച്ചു കളഞ്ഞു. കുരിശുപോലെ പണിത കുടിലുകൾ, എരിയുന്ന അടുപ്പുകൾ, പച്ചത്തേൻ, പന്നിയുടെ എല്ലുകൾ, കാട്ടുപഴങ്ങൾ, വില്ലുകൾ, അമ്പുകൾ, മൂർച്ചകൂട്ടിയ മരപ്പലകകൾ, ഇരുമ്പുകൊണ്ടുള്ള സാധനങ്ങളും. പക്ഷേ അവർ അത് ഖനനം ചെയ്തെടുത്തതല്ല. കടലിൽ തകർന്ന കപ്പലുകളിൽ നിന്ന് അവർ പെറുക്കിയെടുത്ത് തണുപ്പിലടിച്ച് ആകൃതി വരുത്തിയതാണ്. ഇവർ കാട്ടാളരല്ല, ഇവർ അതിജീവനത്തിന്റെ വിദഗ്ധരാണ്. ഓരോ കുടിലിലും പണ്ഡിറ്റിന്റെ സംഘം ഒരു തേങ്ങ സമാധാനത്തിന്റെ അടയാളമായി കൊണ്ടുവച്ചു. എന്തുകൊണ്ട് തേങ്ങ? ഇതാ ഒരു വിചിത്രമായ കാര്യം. നോർത്ത് സെന്റിനലിൽ തെങ്ങുകളില്ല. കടലിലൂടെ ഒഴുകി തീരത്തടിയുന്ന തേങ്ങകൾ അവർക്ക് വളരെ വിലപ്പെട്ടതാണ്. സൗഹൃദത്തിലേക്കുള്ള പാലം വളലം ഇതാകുമെന്ന് പണ്ഡിറ്റ് ഊഹിച്ചു. പിന്നുള്ള 24 വർഷങ്ങളിൽ അദ്ദേഹം ഒരുപാട് തവണ തിരിച്ചു ചെന്നു. തേങ്ങകൾ കൊണ്ടുവച്ചു. പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങൾ, ചുവന്ന പുതപ്പുകൾ, അലൂമിനിയം പാത്രങ്ങൾ, ഇരുമ്പ് കലങ്ങൾ. സെന്റിനലീസ് തേങ്ങകളും ഇരുമ്പും മാത്രം എടുത്തു. ബാക്കിയെല്ലാം അവർ കാര്യമാക്കിയില്ല, അല്ലെങ്കിൽ നശിപ്പിച്ചു കളഞ്ഞു. പക്ഷേ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. 1975 ഒരു നാഷണൽ ജോഗ്രഫിക് സംഘം ഒരു ഡോക്യുമെന്ററി പിടിക്കാൻ വന്നു. സെന്റിനലീസ് അവരെ ആക്രമിച്ചു. ആ ഡയറക്ടറുടെ കാലിലൂടെ ഒരു അമ്പു നേരെ കടന്നുപോയി. എങ്കിലും ആ യാത്രയിലെടുത്ത ഫോട്ടോകൾ ലോകമെങ്ങും അച്ചടിച്ചു വന്നു. ലോകമാദ്യമായി കണ്ട സെന്റിനലീസിന്റെ ചിത്രങ്ങളായി. ഈ നിഗൂഢതയ്ക്കൊടുവിൽ ഒരു മുഖം ലഭിച്ചു. പക്ഷേ ആ നിഗൂഢത ഇപ്പോഴും ജീവനോടെയും അപകടകരവുമായിരുന്നു. പ്രിംറോസ് കപ്പൽ ദുരന്തം 1981 ഓഗസ്റ്റ്. MV പ്രിംറോസ് എന്ന ഒരു വലിയ ചരക്ക് കപ്പൽ ഓസ്ട്രേലിയയിൽ നിന്ന് ഹോങ്കോങ്ങിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ഒരു മൺസൂൺ കൊടുങ്കാറ്റ് അതിനെ നോർത്ത് സെന്റിനലിന്റെ പവിഴപ്പുറ്റിലേക്ക് നേരെ കൊണ്ടുവന്നിടിച്ചു. 31 ജീവനക്കാർ. പുറത്തു കടക്കാൻ പറ്റാത്ത അവസ്ഥ. സെന്റിനലീസ് കടപ്പുറത്തത്ത് കൂടി നിന്നു, നോക്കിയിരുന്നു, കാത്തിരുന്നു. പിറ്റേന്ന് ക്യാപ്റ്റൻ തന്റെ ദൂരദർശിനിയിലൂടെ നോക്കിയപ്പോൾ ആ ഗോത്രക്കാർ മരത്തോണികൾ പണിയുന്നത് കണ്ടു. അദ്ദേഹം ഒരു ദയനീയമായ റേഡിയോ സന്ദേശം അയച്ചു. വന്യമനുഷ്യർ 50-ലധികം പേർ വീട്ടിലുണ്ടാക്കിയ ആയുധങ്ങളുമായി വഞ്ചികൾ പണിയുന്നു. വൈകുന്നേരമാകുമ്പോഴേക്കും അവർ ഞങ്ങളെ ആക്രമിക്കുമെന്ന് ഭയക്കുന്നു. എല്ലാ ജീവനക്കാരുടെയും ജീവന് ഉറപ്പ് നൽകാൻ പറ്റില്ല. 2 ആഴ്ച ജീവനക്കാർ കടുത്ത ഭയത്തോടെ ജീവിച്ചു. സെന്റിനലീസ് അവർക്ക് നേരെ തുറഞ്ഞു വരുന്നത് നോക്കിയിരുന്നു. പക്ഷേ പ്രക്ഷുബ്ധമായ കടൽ അവരെ പിന്നോട്ടടിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ഇന്ത്യൻ നാവികസേന ഹെലികോപ്റ്ററുകൾ അയച്ചു. ഓരോരുത്തരായി എല്ലാ ജീവനക്കാരെയും സുരക്ഷിതമായി മുകളിലേക്ക് കയറ്റി രക്ഷിച്ചു. പ്രിംറോസിന്റെ അവശിഷ്ടം പവിഴപ്പുറ്റിൽ അവശേഷിച്ചു. ഇന്നും നിങ്ങൾക്കത് ഉപഗ്രഹ ചിത്രങ്ങളിൽ കാണാൻ കഴിയും. കടൽ പതുക്കെ പതുക്കെ അതിനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. സെന്റിനലീസോ? അവരാ കപ്പലിൽ നിന്ന് ഇരുമ്പ് ശേഖരിച്ചു. അടുത്ത 40 വർഷങ്ങളിൽ അമ്പുകൾ ഉണ്ടാക്കാൻ അവരത് ഉപയോഗിച്ചു. ചരിത്രത്തിലെ ആദ്യത്തെ സമാധാന ബന്ധം പക്ഷേ ഇനി സംഭവിക്കുന്നത്. ഈ ജനത നമ്മളെക്കാൾ ബുദ്ധിയുള്ളവരാണെന്ന് തെളിയിക്കും. 1991 ജനുവരി ഒരു ഗവേഷക സംഘം നോർത്ത് സെന്റിനാലിലേക്ക് യാത്ര ചെയ്യാനൊരുങ്ങി. അവരുടെ ഇടയിൽ ഗോത്രവർദ്ധ ജനിതക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റുള്ള ഒരു യുവ ഇന്ത്യൻ വനിത. അവരുടെ പേര് ഡോക്ടർ മധുമല ചട്ടോപാധ്യായ. ഇന്ത്യയിലെ നരവംശശാസ്ത്ര വകുപ്പ് ആദ്യം അവരെ വേണ്ട എന്ന് പറഞ്ഞു. ഒരു സ്ത്രീക്ക് ഇത് വളരെ അപകടകരമാണ് അവർ പറഞ്ഞു. പക്ഷേ മധുമല ഓങ്കെ ഗോത്രവർഗത്തിന്റെ കൂടെ വർഷങ്ങളോളം താമസിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് അവരുടെ ഭാഷ അറിയാം, അവരുടെ ആചാരങ്ങൾ അറിയാം. അവർ തന്റെ സ്ഥാനത്തിന് വേണ്ടി പൊരുതി വിജയിച്ചു. സംഘം നോർക്ക് സെന്റിനാലിലെത്തിയപ്പോൾ അവർ പുതിയൊരു കാര്യം ചെയ്തു. കടപ്പുറത്തിറങ്ങാതെ അവർ തേങ്ങകൾ കടലിലേക്കിട്ടു. അവ പതുക്കെ തീരത്തേക്ക് ഒഴുകിപ്പോകട്ടെ എന്ന്. സെന്റിനാലീസ് വെള്ളത്തിലേക്ക് ഇറങ്ങി അവ പെറുക്കാൻ തുടങ്ങി. മധുമല കൂടുതൽ തേങ്ങകൾ ഇട്ടു. അവർ കൂടുതൽ അടുത്തേക്ക് വന്നു. പിന്നെ ആ നിമിഷം വന്നു. തേങ്ങകൾ തീർന്നു. സെന്റിനലീസ് അവരുടെ വഞ്ചി തുഴഞ്ഞ് സംഘത്തിലെ ബോട്ടിന്റെ അരികിലെത്തി. ഒരു യുവാവ് വില്ല് വലിച്ചു. ഒരു അമ്പ് നേരെ മധുമലയുടെ നേർക്ക് ചൂണ്ടിപ്പിടിച്ചു. അവരനങ്ങിയില്ല. അവർ പതുക്കെ തൈ ഉയർത്തി. സമാധാനത്തിന്റെ ഒരു അടയാളം. ഒരു സെന്റിനലീസ് സ്ത്രീ ആ ആംഗ്യം കണ്ടു. മുന്നോട്ട് ചാഞ്ഞു. ആ അമ്പിന്റെ ലക്ഷ്യം പതുക്കെ കടലിലേക്ക് മാറ്റി തിരിച്ചു. ലോകം മാറി.
സെന്റിനലീസ് വിളിച്ചു പറയാൻ തുടങ്ങി. നാരിയാളി, ചപ്പ ചപ്പ, തേങ്ങ, കൂടുതൽ കൂടുതൽ. ഓങ്കെ ഭാഷയിൽ നിന്ന് മധുമലയ്ക്ക് ആ വാക്കുകൾ തിരിച്ചറിയാൻ കഴിഞ്ഞു. 250 വർഷത്തിലാദ്യമായി പുറംനാട്ടുകാർ സെന്റിനലീസിനെ ആക്രമണം കൊണ്ടല്ല, സൗഹൃദം കൊണ്ട് സ്പർശിച്ചു. മധുമല വെള്ളത്തിലേക്ക് ചാടി അവരുടെ കൈകളിലേക്ക് നേരിട്ട് തേങ്ങകൾ വെച്ചു കൊടുത്തു. 1 മാസത്തിന് ശേഷം അവർ വീണ്ടും അവിടെ ചെന്നു. ഇത്തവണ സെന്റിനലീസ് അവരുടെ ബോട്ടിലേക്ക് കയറി. അവർ കാലുകുട്ടി, ചിരിച്ചു, കയറുകൾ പിടിച്ചു. ഇതാണ് മനുഷ്യചരിത്രത്തിലെ ഏറ്റവും സമാധാനപരമായ കണ്ടുമുട്ടൽ. പക്ഷേ അത് കൂടുതൽ കാലം നീണ്ടുനിന്നില്ല. 1997 ആയപ്പോഴേക്കും ഇന്ത്യൻ സർക്കാർ ഒരു ക്രൂര സത്യം മനസ്സിലാക്കി. ഓരോ കണ്ടുമുട്ടലും ഏറ്റവും സൗഹൃദപരമായതുപോലും രോഗങ്ങൾ വഴി ഈ ഗോത്രത്തെ വംശനാശത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് അവർ അത് ഔദ്യോഗികമാക്കി. എല്ലാ ബന്ധപ്പെടൽ ദൗത്യങ്ങളും നിരോധിച്ചു. എന്നേക്കും 9 കിലോമീറ്റർ വിലക്കുമേഖല, കാവൽ വള്ളങ്ങൾ, കനത്ത പിഴകൾ, ജയിൽ ശിക്ഷ. ആ പുതിയ നയത്തിന് ഒരു പേരുണ്ടായിരുന്നു. ലളിതവും ശക്തവുമായ ഒരു പേര്. കൈവയ്ക്കരുത്, കണ്ണ് മാത്രം പതിപ്പിക്കുക. സുനാമിയിൽ നിന്നുള്ള അത്ഭുതകരമായ രക്ഷ. 2004 ഡിസംബർ 26. ആധുനിക ചരിത്രത്തിലെ ഏറ്റവും മാരകമായ സുനാമി. 2,30,000 പേർ കൊല്ലപ്പെട്ടു. 14 രാജ്യങ്ങളിലായി. നഗരങ്ങൾ മുഴുവൻ തുടച്ചു മായ്ച്ചു. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ തകർന്നു. സെന്റിനലീസ് രക്ഷപ്പെട്ടോ എന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഏതാനും ദിവസം കഴിഞ്ഞ് തീരസേന ഒരു ഹെലികോപ്റ്റർ പരിശോധിക്കാൻ അയച്ചു. അവർ കണ്ടത് ലോകത്തെ ഞെട്ടിച്ചു. ഒരു സെന്റിനലീസ് പുരുഷൻ ഒറ്റയ്ക്ക് ജീവനോടെ ആരോഗ്യത്തോടെ കടപ്പുറത്തു നിന്നു. അവൻ വില്ലുയർത്തി. ഹെലികോപ്റ്ററിന് നേരെ മുകളിലേക്കൊരു അമ്പെയ്തു. അവർ രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല, ആരോ അവരെ നോക്കുന്നു എന്നതിൽ അവർക്ക് ദേഷ്യവും വന്നു. പക്ഷേ എങ്ങനെ? വൈദ്യുതിയോ ഇന്റർനെറ്റോ ഉപഗ്രഹങ്ങളോ ഇല്ലാത്ത ഒരു ഗോത്രം ആധുനിക നഗരങ്ങളെ നശിപ്പിച്ച ഒരു സുനാമിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു? ഇതാണ് നിങ്ങളെ ഭയപ്പെടുത്തേണ്ട ഉത്തരം. അവർ കടലിനെ വായിച്ചു. തിര വരുന്നതിന് മുൻപ് വെള്ളം അസാധാരണമായി പിന്നോട്ട് വലിയുന്നത് അവർ കണ്ടു. പക്ഷികൾ കരയ്ക്ക് നേരെ പറക്കുന്നത് കണ്ടു. ഭൂമി ഒന്ന് കുലുങ്ങുന്നത് അനുഭവിച്ചു. തലമുറകളിലൂടെ കൈമാറിക്കിട്ടിയ ഒരു പഴമൊഴി അവർക്കുണ്ടായിരുന്നു. കടൽ പിന്നോട്ട് വലിയുമ്പോൾ ഏറ്റവും ഉയർന്ന കരയിലേക്ക് ഓടുക. അവർ കാട്ടിലേക്ക് ഓടി. തിരയടിക്കുന്നതിന് മുമ്പ് തന്നെ ടോക്കിയോയും ചെന്നൈയും ബാങ്കോക്കും അവരുടെ എല്ലാ മുന്നറിയിപ്പ് സംവിധാനങ്ങളും മുങ്ങിക്കൊണ്ടിരുന്നപ്പോൾ വില്ലുമമ്പ് മാത്രമുള്ള ഒരു ശിലായുഗ ഗോത്രം ഇതിനകം മലകളിൽ സുരക്ഷിതരായിരുന്നിരുന്നു. ഇതാണ് നമ്മൾ മറന്നുപോയ ജ്ഞാനം. കടപ്പുറത്തെ മരണം 2006 ജനുവരി 26. വിരോധാഭാസമെന്ന് പറയട്ടെ, ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം. 2 മത്സ്യത്തൊഴിലാളികൾ, സുന്ദർ രാജ്, പണ്ഡിറ്റ് തിവാരി, നോർത്ത് സെന്റിനലിനടുത്ത് നിയമം ലംഘിച്ച് ഞണ്ട് പിടിക്കുകയായിരുന്നു. അവർ മദ്യപിച്ചിരുന്നു. അവർ ഉറങ്ങിപ്പോയി. അവരുടെ വള്ളം പ്രവാഹത്തിൽ ഒഴുകി. ഉണർന്നപ്പോൾ അവർ ആ വിലക്കപ്പെട്ട തീരത്തായിരുന്നു. സെന്റിനലീസ് കാത്തിരിക്കുകയായിരുന്നു. ആക്രമണം പെട്ടെന്നായിരുന്നു. കോടാലികൾ, കുന്തങ്ങൾ. അടുത്തുള്ള ഒരു മത്സ്യത്തൊഴിലാളി ഭയത്തോടെ കണ്ടു. 2 പേരെയും കൊന്നു. അവരുടെ ശരീരങ്ങൾ കടപ്പുറത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത്. ഇന്ത്യൻ തീരസേന ഒരു ഹെലികോപ്റ്റർ അയച്ചു. അത് അടുത്തേക്ക് വന്നപ്പോൾ 50 സെന്റിനലീസ് യോദ്ധാക്കൾ അതിനുമേരെ മുകളിലേക്ക് അമ്പുകളെയ്തു. 100 അടി ഉയരത്തിൽ. പൈലറ്റ് കമാൻഡർ പ്രവീൺ ഗൗർ ഒരു മിടുക്കൻ ബുദ്ധി പ്രയോഗിച്ചു. അദ്ദേഹം ഹെലികോപ്റ്റർ ദ്വീപിന്റെ എതിർവശത്തേക്ക് പറത്തി. യോദ്ധാക്കളെ കാൽനടയായി അവിടേക്ക് വലിച്ചുകൊണ്ട് അവർ ഓടുമ്പോൾ അദ്ദേഹം തിരിച്ചു വന്നു. ജീവനക്കാർ ശരീരങ്ങൾ കണ്ടു. ഭാഗികമായി കുഴിച്ചിട്ടത്, ഒരു മരച്ചട്ടക്കൂട്ടിൽ കെട്ടിയത്. അവർ ഒരെണ്ണമെടുത്തു. 2ാമത്തേതിലേക്ക് അവർ കൈമീട്ടിയപ്പോൾ സെന്റിനലീസ് വേഗത്തിൽ ഓടി തിരിച്ചു വന്നു. അവർക്ക് പിന്മാറേണ്ടി വന്നു. 2ാമത്തെ ശരീരം ഉപേക്ഷിക്കപ്പെട്ടു. അത് ഇന്നും അവിടെ തന്നെ കിടപ്പുണ്ട്. 2ാമത്തെ ദൗത്യം പൂർണ്ണമായും പരാജയപ്പെട്ടു. ഇത്തവണ ആ ഗോത്രം 2 സംഘങ്ങളായി പിരിഞ്ഞു. ഒരു സംഘം ഹെലികോപ്റ്ററിന് പിന്നാലെ ഓടി. മറ്റൊരു സംഘം ശരീരങ്ങൾക്ക് കാവൽ നിന്നു. അവരാ തന്ത്രം പഠിച്ചിരുന്നു. ധൈര്യത്തിന് കമാൻഡർ ഗൗറിന് സ്വാതന്ത്ര്യദിനത്തിൽ ദേശീയ പുരസ്കാരം നൽകി. പക്ഷെ കൊലപാതകങ്ങൾ നിന്നില്ല. 2023 3 മത്സ്യത്തൊഴിലാളികൾ കൂടി ദ്വീപിനടുത്ത് അപ്രത്യക്ഷരായി. അവരുടെ മഞ്ഞവള്ളം നാവികസേനയുടെ ഡ്രോണുകൾ ഫോട്ടോ എടുത്തു. ശൂന്യമായി. സെന്റിനലീസ് വെള്ളത്തിൽ ഒഴുകിക്കിടക്കുന്നു. ഒരു രക്ഷാപ്രവർത്തനവും നടത്തിയില്ല. അവർക്ക് എന്ത് സംഭവിച്ചുവെന്ന് ആർക്കും അറിയില്ല. ആ മതപ്രചാരകൻ ഇപ്പോൾ നിങ്ങൾക്കറിയാം. നമ്മൾ തുടങ്ങിയ ആ കഥ എങ്ങനെ അവസാനിക്കുന്നുവെന്ന്. ജോൺ അലൻ ചൗ 2018 നവംബറിൽ ആ കടപ്പുറത്തു മരിച്ചു. അവൻ രക്ഷിക്കാൻ വന്ന അതേ ജനത അവന് മണലിൽ കുഴിച്ചിട്ടു.
അവനെ ദ്വീപിലെത്തിക്കാൻ സഹായിച്ച 7 ഇന്ത്യക്കാർ അറസ്റ്റിലായി. സെന്റിനലീസിനെതിരെ ഒരു നടപടിയും എടുത്തില്ല. അവന്റെ ശരീരം ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. അവൻ രക്തസാക്ഷിയാണോ, അതിക്രമിച്ച് കടന്നവനാണോ, അതോ വിഡ്ഢിയാണോ എന്ന ചോദ്യം സെന്റിനലീസ് ഒരിക്കലും ചോദിച്ചില്ല. അവർ വെറുതെ അവരുടെ വീട് സംരക്ഷിച്ചു, അവർക്കറിയാവുന്ന ഒറ്റ വഴിയിൽ. കെട്ടുകഥകൾക്ക് പിന്നിലെ സത്യം. ചൗവിന്റെ മരണത്തിന് ശേഷം പാശ്ചാത്യ മാധ്യമങ്ങൾ കിംവദന്തികൾ കൊണ്ട് നിറഞ്ഞു. സെന്റിനലീസ് നരഭോജികളാണ്, അവർ ശത്രുക്കളെ തിന്നുന്നു, അവർ കാട്ടാളരാണ്. ഒന്നും സത്യമല്ല. നരഭോജനത്തിന് ഒരു തെളിവുമില്ല. ആ കിംവദന്തി പിറന്നത് അയൽഗോത്രങ്ങളുടെ ശവസംസ്കാര ആചാരങ്ങളെ തെറ്റിദ്ധരിച്ച പുറം നാട്ടുകാർ അവയെ ഭയാനക കഥകളായി മാറ്റിയതിൽ നിന്നാണ്. സെന്റിനലീസ് രാക്ഷസരല്ല, അവർ മനുഷ്യരാണ്. അവർക്കറിയാവുന്ന ഒറ്റ വീട് സംരക്ഷിക്കുന്ന മനുഷ്യർ. 250 വർഷങ്ങളോളം രോഗവും തട്ടിക്കൊണ്ടുപോകലും മരണവും മാത്രം കൊണ്ടുവന്ന ഒരു ലോകത്തിൽ നിന്ന്. നിങ്ങളെ വേട്ടയാടുന്ന ആ ചോദ്യം ലോകമെന്നും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മൾ അവരെ കണ്ടെത്തണോ? നമ്മൾ അവരെ സഹായിക്കണോ? നമ്മൾ അവർക്ക് മരുന്നും വിദ്യാഭ്യാസവും ആധുനിക ജീവിതവും കൊടുക്കണോ? ഉത്തരം ക്രൂരമാണ്. അത് ചരിത്രത്തിൽ ഒളിഞ്ഞുകിടക്കുന്നു. ഇവർക്ക് ചുറ്റുമുള്ള ഗോത്രങ്ങൾക്ക് എന്ത് സംഭവിച്ചുവെന്നൊന്ന് നോക്കൂ. ഗ്രേറ്റ് ആൻഡമാനീസ്. ഒരു കാലത്ത് 5000-ഓളം പേർ. ബ്രിട്ടീഷുകാരുമായി ബന്ധപ്പെട്ടതിന് ശേഷം 99% നഷ്ടമായി. ഇന്ന് 50-ൽ താഴെ പേർ മാത്രം ജീവനോടെ. അവരുടെ ഭാഷ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഓങ്കെ 85% നശിച്ചു. ഇന്ന് സർക്കാർ ഏർപ്പെടുത്തിയ കേന്ദ്രങ്ങളിൽ മദ്യപാനവും വിഷാദവും കൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കണക്ക് ഭയപ്പെടുത്തുന്നതാണ്. 100 മുതൽ 190 വരെ സെന്റിനലീസ് മാത്രമേ ഇന്ന് ജീവനോടെ ഉള്ളൂ. ഒരു മതപ്രചാരകന്റെ ഒരു തുമ്മൽ, ഒരു തെറ്റിയ മത്സ്യത്തൊഴിലാളി, ഒരു മുഴുവൻ നാഗരികത, ഒരു മുഴുവൻ ഭാഷ, 60,000 വർഷത്തെ പഴക്കമുള്ള ഒരു മനുഷ്യ പരമ്പര എന്നേക്കുമായി ഇല്ലാതാക്കും. അതുകൊണ്ടാണ് കൈവയ്ക്കരുത്, കണ്ണു മാത്രം പതിപ്പിക്കുക എന്നത് വെറുമൊരു നയം മാത്രമല്ല. ഇത് ആധുനിക ലോകത്തിന് അവശേഷിക്കുന്ന ഒറ്റ ധാർമ്മിക തിരഞ്ഞെടുപ്പാണ്. സെന്റിനലീസ് നമ്മളോട് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അവരുടെ അമ്പുകളിലൂടെ, അവരുടെ നിശബ്ദതയിലൂടെ, 250 വർഷത്തെ വിസമ്മതത്തിലൂടെ അവർ നമ്മളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ഒന്നുമില്ല. അവർക്ക് നമ്മുടെ തേങ്ങ വേണ്ട, അവർക്ക് നമ്മുടെ മതം വേണ്ട, അവർക്ക് നമ്മുടെ മരുന്ന് വേണ്ട, അവർക്ക് നമ്മുടെ സഹതാപം വേണ്ട. ഓരോ മനുഷ്യനും അർഹതപ്പെട്ട ആ ഒരു അവകാശം മാത്രമാണ് അവർക്ക് വേണ്ടത്. സ്വന്തം ജീവിതം, സ്വന്തം മണ്ണിൽ, സ്വന്തം രീതിയിൽ ജീവിക്കാനുള്ള അവകാശം. നമ്മൾ അവരെ പ്രാകൃതർ എന്ന് വിളിക്കുന്നു, കാട്ടാളർ എന്ന് വിളിക്കുന്നു. പക്ഷേ 60,000 വർഷങ്ങളായി അവർ യുദ്ധമില്ലാതെ, പണമില്ലാതെ, വിഷാദമില്ലാതെ ജീവിക്കുന്നു. അതേസമയം നമ്മൾ നമ്മുടെ എല്ലാ സാങ്കേതിക വിദ്യയോടും കൂടി എന്നത്തേക്കാളും വഴിതെറ്റിയാലെയും. അപ്പോൾ പറയൂ, നമ്മുടെ ഒറ്റ തുമ്മൽ കൊണ്ട് അവരെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ കഴിയുമെങ്കിൽ അവരെ കണ്ടെത്താൻ ശ്രമിക്കാനുള്ള അവകാശം നമുക്കുണ്ടോ? നിങ്ങളുടെ ഉത്തരം കമൻറ്റിലിടൂ. ലോകം നിങ്ങളെ അറിയാൻ ആഗ്രഹിക്കാത്ത ഇതുപോലത്തെ വിലക്കപ്പെട്ട കഥകൾ ഇനിയും കാണാൻ മലയാളി കഫേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം.